ഹരിഹര വീരമല്ലു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് കുറേ പോരായ്മകൾ തോന്നി. പോരായ്മകളെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഇതിൽ ഇനി നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതിലെ നായകൻ വീരമല്ലു പവൻ കല്യാൺ, ഈ വീരമല്ലുവിന് സിനിമയിൽ കുറേ ഭാവങ്ങളൊക്കെ കാണിക്കാനുണ്ട്. ദേഷ്യം, സങ്കടം, അതേപോലെ സെൻറ്റിമെൻറ്റ്സ്, പ്രണയം, അതേപോലെ ശൂരം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണിക്കാനുണ്ട്. പക്ഷേ വീരമല്ലുവിൻ്റെ മുഖത്ത് നിന്ന് സിനിമ തുടങ്ങിയത് മുതൽ അവസാനം വരെയും ഒരു ഭാവവും വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു ഭാവവും കക്ഷിയുടെ മുഖത്ത് വന്നിട്ടില്ല. ഞാൻ പവൻ കല്യാണിൻ്റെ ഒരു സിനിമ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടി വിയിലൊക്കെ ചില ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു മുഴുനീള സിനിമയൊന്നും ഞാൻ പവൻ കല്യാണിൻ്റെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമയാണ് ആദ്യമായിട്ട് പോയി കണ്ടത്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഇങ്ങേര് നല്ലൊരു ഹീറോയാണ്. തെലുങ്കിൽ അങ്ങേര് ആന്ധ്ര ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഒരുപാടുണ്ട്. നന്ദമൂരി ബാലകൃഷ്ണനൊക്കെ ഉള്ള പോലെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഞാനും ഇങ്ങേര് എന്തെങ്കിലും ഒരു നല്ല സംഭവങ്ങൾ ഉണ്ടാവും കരുതിയിട്ടാണ് പോയത്. പക്ഷേ വീരമല്ലുവിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു അഭിനയവും കണ്ടില്ല. ആകെ കക്ഷി ചെയ്യുന്ന ഒരു കാര്യം ആക്ഷൻ മാത്രമാണ്. ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെയും ഫുൾ ആക്ഷൻ മൂവിയാണ്. അപ്പോൾ ആക്ഷൻ എങ്ങനെയായിരുന്നു പറയാം. അപ്പോൾ ഇദ്ദേഹം ആക്ഷനിലേക്ക് ഇറങ്ങണമെന്നല്ലാതെ ഭാവങ്ങളൊന്നും തന്നെ കാണാതെ ഒരു നടൻ, അങ്ങനെയേ എനിക്കിതിൽ പവൻ കല്യാണെ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നാലും ഇതിലെ വില്ലൻ ബോബി ഡിയോൾ, അങ്ങേര് കുറച്ച് ഒരു ക്രൂരനും ദുഷ്ടനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. ഒരു ഹീറോയ്ക്ക് ഒത്ത ഒരു വില്ലനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ അത് ബോബി ഡിയോൾ ചെയ്തിട്ടുണ്ട്. അങ്ങേർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടോ അത് ചെയ്തിട്ടുണ്ട്. കാരണം ആ ക്രൂരതയും കാര്യങ്ങളൊക്കെ കക്ഷി കാണിക്കുന്നുണ്ട്. ദേശീയഭാവമൊക്കെ മുഖത്ത് വരുന്നുണ്ട്. ഒരു മത വികാരങ്ങളെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾക്കൊക്കെ പുള്ളിക്ക് ചെയ്യാണ്ട് അതൊക്കെ ഔറംഗസീബായിട്ട് ബോബി ഡിയോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹീറോയുടെ കാര്യം എൻ്റെ അമ്മോ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഒരു ഭാവവും ഇല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു ഹീറോയെ, അങ്ങനെ ഒരു കഥാപാത്രം. പിന്നെ ഇതിൽ പഞ്ചമി ഹീറോയിന്, അവർ എന്ത് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹീറോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഇതിൽ പഞ്ചമി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടവേളയുടെ അടുത്ത് വരുമ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അത് സംഭവം നോക്കുമ്പോൾ ഒന്നും തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ കൂടെ വിളിച്ചുകൊണ്ട് നടക്കുന്നു. അതാണെങ്കിൽ അതിനേക്കാളും ഒരു വെറുപ്പിക്കൽ. ഇനി ഈ വീരമല്ലു ആരാന്നുള്ളത് സിനിമയിൽ ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് കാണിക്കണം. അപ്പോൾ അത് കാണിക്കാൻ സമയത്ത് അതൊരു ഇടവേള വരുന്ന സമയത്തൊക്കെയാണ് ഈ വീരമല്ലു ആരാന്നൊക്കെ നമുക്ക് കാണിച്ചിട്ട് അതിലൊരു ഇടവേളയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു അവിടുന്ന് അങ്ങോട്ട് എന്താണെന്നൊരിത്. ഇത് സിനിമ പോയി കഴിയാറാകുന്ന സമയത്താണ് വീരമല്ലു ആരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊരു മുക്കാൽ ഭാഗത്തോളം സിനിമ എത്തിയിട്ടാണോ ഈ വീരമല്ലു ആരാന്ന് കാണിക്കേണ്ടത്. അത് ഇടവേളയുടെ അവിടെ തന്നെ കാണിച്ചിരുന്നെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ഒന്നുകൂടി അങ്ങനെ ഒരു ഇൻട്രസ്റ്റിങ്ങിൽ പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇൻട്രസ്റ്റിങ്ങും തോന്നുന്നില്ല, ഒരു ത്രില്ലിങ്ങും തോന്നുന്നില്ല. അങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ശരിക്കും എനിക്ക് ആക്ഷൻ സിനിമകൾ ഇഷ്ടമാണ്. ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം മുതൽ അവസാനം വരെയും ആക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിലെ വീരമല്ലു കഥാപാത്രം വെറും കൊടക്കമ്പി പോലെ ഇരിക്കുന്ന ആ വീരമല്ലു പൊണ്ണത്തടിയന്മാരായ മല്ലന്മാരെ എടുത്തങ്ങോട്ട് എറിയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ഷനോടെ ഒരു മടുപ്പ് തോന്നിയ പോലെയായി. അല്ലെങ്കിൽ ആക്ഷനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷേ റിയാലിറ്റി കുറച്ചെങ്കിലും തോന്നണ്ടേ, ഒന്നുമില്ല. അങ്ങനെ പോവുകയാണ് സിനിമ. പിന്നെ ഇതിൻ്റെ കഥയാകട്ടെ മതങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഇവർ എടുത്തിരിക്കുന്നത്. മുസ്ലിംസ് ഹിന്ദു പ്രശ്നങ്ങളാണ് ഇതിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതൊരു ഹിസ്റ്ററിക്കൽ മൂവിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ രീതിയിലുള്ള സംഭവമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത് സാങ്കല്പിക ഒരു വീരമല്ലു കഥാപാത്രമാണ് എടുത്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് ഹിസ്റ്ററിക്കലായിട്ട് ഇങ്ങനെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
കാരണം അങ്ങനെയാണ് ഇതിലെ വീരമല്ലുവിൻ്റെ ആ സാഹസികത കാണിച്ചിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ഷനോടെ അങ്ങനെ അങ്ങോട്ടൊരു ഇത് തോന്നിപ്പോയി ഈ സിനിമ കണ്ടിട്ട്. പക്ഷേ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ 300 കോടിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതിന് നല്ല ചിലവ് ചെയ്തിട്ടുണ്ട്. ആ ചിലവാകട്ടെ മുഴുനീള VFX, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും VFX തന്നെയാണ് പോകുന്നത്. ഇവർ ടൊക്കടാ 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 പറഞ്ഞിട്ട് കുതിരയിൽ എല്ലാവരും പോകുമ്പോൾ, പവൻ കല്യാണിൻ്റെ വീരമല്ലു ഒക്കെ പോകുമ്പോൾ ആ കുതിര ഓടുന്നത് ഇവർ വെറുതെ എവിടെയോ ഇരുന്നിട്ട് അങ്ങനെ അനക്കുന്ന പോലെ തന്നെയാണ് സിനിമ കാണുമ്പോൾ ഉള്ളത്. അതേപോലെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ആകുന്നു, ഒക്കെ ഗ്രീൻ സ്ക്രീനും VFXൽ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ സിനിമയിലൊരു പ്രകൃതി ശോഭമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ആ പ്രകൃതി ശോഭ അവിടെ കാണിച്ചതെന്ന് ഒരു എത്തും പിടിയുമില്ല. പെട്ടെന്ന് ഭയങ്കര ചുഴലിക്കാറ്റ്, അതിൽ വില്ലനും ഹീറോയും പറന്നിട്ട് രണ്ടുപേരും കൈകോർക്കുന്ന പോലെ അതൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തണമെങ്കിൽ എന്തുദ്ദേശിച്ചാണ് അവിടെ അങ്ങനൊരു പ്രകൃതി ശോഭം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പടം. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ഹീറോയിസത്തിൻ്റെ ഒരു രീതിയിൽ ആ ഹീറോയുടെ മുഖം കാണിക്കുന്നു എന്നല്ലാതെ അതും ശരിക്കും കാണിക്കുന്നൊന്നുമില്ല. അങ്ങനെ കുറേ ഭയങ്കര ഹീറോയിസം, അതായത് ആക്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഒന്നും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തോന്നിയോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. എനിക്ക് ഈ ആക്ഷൻ പോലും വെറുക്കുന്ന രീതിയിൽ ആയിപ്പോയി ഈ സിനിമ. അപ്പോൾ ഈ സിനിമ ആർക്ക് സൂട്ടാവുമെന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഒന്നും വേണ്ട, ആക്ഷൻ ഉണ്ടായാൽ മതി. ഭയങ്കര VFXും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ഷൻ ഉണ്ടായാൽ മതി. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ സിനിമ സൂട്ടാകാം. അല്ലാതെ കുറച്ചെങ്കിലും ആക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ റിയാലിറ്റി ഒന്നും അല്ലാന്ന് നമുക്കറിയാം. അത് നമ്മൾ വെറുതെ കണ്ടിരിക്കുന്നതാണ്. ചോര തെറിക്കുന്നതും അതുപോലെ കുത്തുന്നതും വെടിവെക്കുന്നതും അടിക്കുമ്പോൾ പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം അവിടെ വേണ്ടേ? ഈ വീരമല്ലുവിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ ഇത്രയും വലിയ മല്ലന്മാരെയൊക്കെ എടുത്തിട്ട് എറിയുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും നന്ദമൂരി ബാലകൃഷ്ണ ഈ സിനിമയുടെ മുന്നിൽ തോറ്റുപോയോ എന്നൊരു സംശയം. അത്രയധികം സംഭവങ്ങൾ ഇതിൽ വീരമല്ലു ചെയ്യുകയാണ്. ഒന്നുമല്ല, ഇപ്പം നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് പോലും കുറച്ചെങ്കിലും ഒരു ആരോഗ്യം ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങേരത് ചെയ്യുമ്പോഴേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇദ്ദേഹം അതുമില്ല. എന്നാൽ അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഓക്കെ. ഇത് എമ്മാതിരി ആനയുടെ വലിപ്പത്തിലുള്ള ആൾക്കാരെയൊക്കെ എടുത്തെറിയുക എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തന്നെയല്ലേ തോന്നുക. അപ്പോൾ എനിക്ക് ഈ സിനിമ സൂട്ടായില്ല. പ്രഭാസ് അല്ലെങ്കിൽ അല്ലു അർജുൻ ഇവരെ പോലെയുള്ള നടന്മാരൊക്കെ ആണെങ്കിൽ ഇത്തരം ആക്ഷൻ രംഗങ്ങൾക്ക് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കാരണം അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അതേപോലെ അവർ അഭിനയിക്കുകയും ചെയ്യും. ഇതൊന്നുമില്ലാതെ എന്തൊക്കെയോ ആക്ഷൻ പറന്ന് ചെയ്യുന്ന ഒരു തുക്കടാ മല്ലുവായിട്ട് വീരമല്ലുവിനെ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. ഇനി ഇതിലും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് 2ാം ഭാഗം. അത് എത്രത്തോളം സഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല.